പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24. പ്രധാന വാർത്തകൾ. ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ സുഹാറിൽ നിന്നും സലാലയിലേക്ക് പ്രതിദിന സർവീസ് ആരംഭിക്കുന്നു. അടുത്ത മാസം 1 മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇരുഭാഗങ്ങളിലേക്കും സർവീസ് ലഭ്യമാകും. ആഗസ്റ്റ് 31 വരെ സർവീസുകൾ തുടരും. ഇരുഭാഗങ്ങളിലേക്കുമായി 58 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. സീറ്റുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് നിരക്കിൽ മാറ്റം വന്നേക്കുമെന്നും സലാം എയർ അറിയിച്ചു. ഖരീഫ് കാലത്തെത്തുന്ന സുഹാർ സലാല സർവീസ് വടക്കൻ ബാത്തിന ബുറൈമി ഗവർണറേറ്റുകളിൽ നിന്നുള്ളവർക്ക് ഏറെ ഗുണകരമാകും. UAEയിൽ നിന്നുള്ള ഖരീഫ് യാത്രികർക്കും ഇത് ഗുണം ചെയ്യും. സുഹാർ വരെ സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് സലാലയിലേക്ക് വിമാനമാർഗം സഞ്ചരിക്കാം. റോഡിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനൊപ്പം സാമ്പത്തിക ലാഭവും സഞ്ചാരികൾക്കുണ്ടാകും. ബഹ്ല വിലായത്തിലെ നദാൻ പ്രദേശത്ത് പർവ്വതമുകളിൽ കുടുങ്ങിയ ഹൈക്കിംഗ് സംഘത്തിന് രക്ഷകരായി റോയൽ ഒമാൻ പോലീസ്. 5-അംഗ സംഘമാണ് ട്രക്കിങ്ങിനിടെ മലമുകളിൽ കുടുങ്ങിയത്. ഇവരിൽ ഒരാൾക്ക് കാലിന് പരിക്കേൽക്കുകയും മറ്റു ചിലർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഏവിയേഷൻ വിഭാഗം 5 പേരെയും ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ ദാഹിറ ഗവർണറേറ്റിലെ യങ്കൽ വിലായത്തിൽ മലമുകളിൽ നിന്ന് വീണയാൾ മരണപ്പെട്ടു. അപകട വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗവും റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗവും ചേർന്ന് ഇയാളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഹൈക്കിങ്ങും ട്രക്കിങ്ങും നടത്തുന്നവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറുന്നതിനിടെ കാൽ തെന്നി വീണും മലമുകളിൽ കുടുങ്ങിയും നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു. ഖരീഫ് കാലം ആരംഭിച്ചിട്ടും ദോഫാറിൽ പലയിടങ്ങളും ഇപ്പോഴും പൂർണ്ണമായി പച്ചപ്പണിഞ്ഞിട്ടില്ല. എന്നാൽ നേരത്തെ തന്നെ വസന്തകാലത്തെ വരവേറ്റിരിക്കുകയാണ് സലാലയിൽ നിന്നും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഐൻ ഹഷീറിലെ പ്രകൃതി. പച്ചപ്പണിഞ്ഞ അന്തരീക്ഷവും ഉയർന്ന സ്ഥലത്തു നിന്നുള്ള വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകുന്ന അരുവികളും ഈ പ്രദേശത്തെ സഞ്ചാരികളുടെ ഇഷ്ട സ്പോട്ടായി മാറ്റിയിരിക്കുകയാണ്. ദോഫാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഐൻ ഹഷീർ സലാല നഗരത്തിൽ നിന്നും ഏകദേശം 54 കിലോമീറ്റർ കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവർണറേറ്റിലെ മനോഹരമായ നീരുറവുകളിലൊന്നായ ഐൻ ഹഷീറിലേക്കിപ്പോൾ കൂടുതലായി സഞ്ചാരികൾ എത്തുന്നു. മലയാളികൾ വലിയ തോതിൽ ഇവിടുത്തെ സന്ദർശകരാണ്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ റോയൽ ഒമാൻ പോലീസ് നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ 220 കിലോഗ്രാമിലധികം ഹാഷിഷ് പിടികൂടി. ഏഷ്യക്കാരായ 4 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. രാജ്യത്തെ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ദേശീയ യോഗ്യതാ പ്രവേശന പരീക്ഷയിൽ വൻ ക്രമക്കേടാണ് കണ്ടെത്തിയത്. നീറ്റ് നടത്തിപ്പിനെക്കുറിച്ച് ഉയർന്ന സംശയങ്ങൾ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ആശങ്ക ഉളവാക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതിയിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും ആസൂത്രിതമായ പല നീക്കങ്ങളും നടന്നുവെന്നുകൂടിയാണ് ഇതിനകം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെയും ഇടനിലക്കാരുടെയും കുറ്റസമ്മത മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റെല്ലാ മേഖലകളിലെന്ന പോലെ അമിതാധികാര പ്രയോഗത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലും തങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതി. കൂടുതൽ യോഗ്യരായവരെ കണ്ടെത്താനായി നടത്തുന്ന പരീക്ഷയിൽ ഗ്രേസ് മാർക്കിലൂടെയും ക്രമക്കേടിലൂടെയും വിജയിച്ച ഒരാൾ ഡോക്ടറായാൽ അത് സമൂഹത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ നിന്നും പ്രവാസി മലയാളികൾ നാട്ടിലേക്ക് അയച്ചത് 2.25 ലക്ഷം കോടി രൂപയെന്ന് കണക്കുകൾ. 2018 അപേക്ഷിച്ച് പ്രവാസികളിൽ നിന്ന് കേരളത്തിലെത്തിയ തുകയേക്കാൾ 154.9% വർധനവുണ്ടായതായും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പുറത്തുവിട്ട മൈഗ്രേഷൻ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരള ജനസംഖ്യയുടെ 6%-ഓളമാണ് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പ്രവാസം നയിക്കുന്നത്. വിദേശത്ത് നിന്ന് കഴിഞ്ഞ വർഷം മടങ്ങിയെത്തിയത് 17 ലക്ഷം മലയാളികളാണ്. 2018 അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ 38.4% വർധനവുണ്ടായി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ള UAEയിൽ നിന്നാണ് കൂടുതൽ പേർ മടങ്ങിയെത്തിയിട്ടുള്ളതും. തിരികെ വന്നവരിൽ 71% പേരും വിവിധ പ്രതിസന്ധികളെ തുടർന്ന് പ്രവാസം അവസാനിപ്പിച്ചവരാണ്. തൊഴിൽ നഷ്ടം, സ്വദേശിവൽക്കരണം, മഹാമാരി തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഇതിലുണ്ട്.
സലാല KMCCയുടെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈദ് ആഘോഷവും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. അദീൽ ഇബ്രാഹിമിന്റെ കിറാഅത്തോടുകൂടി ആരംഭിച്ച പരിപാടി KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂരിന്റെ അധ്യക്ഷതയിൽ സലാം ഹാജി VP ഉദ്ഘാടനം ചെയ്തു. സലാല KMCC എല്ലാ വർഷവും നടത്തുന്ന റമസാൻ റിലീഫ് ഉദ്ഘാടനം ചടങ്ങിൽ റിലീഫ് കമ്മിറ്റി ആക്ടിംഗ് ചെയർമാൻ നാസർ കമ്മൂന പ്രസിഡന്റിന് നൽകി നിർവഹിച്ചു. ഈ വർഷവും 100-ലധികം കുടുംബങ്ങൾക്കാണ് സഹായമെത്തിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി ഷബീർ കാലടി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. 29 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ഇടവേളയെടുത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന SNDP അൽഖോഫ് ശാഖ പ്രസിഡന്റ് രവീന്ദ്രന് SNDP സലാല യൂണിയൻ യാത്രയയപ്പ് നൽകി. യൂണിയൻ സെക്രട്ടറി മനോഹരൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷിബു, ജോയിന്റ് സെക്രട്ടറി ദീപക് എന്നിവർ ആശംസ നേർന്നു. ജോയിന്റ് സെക്രട്ടറി ശ്യാം മോഹൻ നന്ദിയും അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത വിവിധ SNDP ശാഖാ പ്രതിനിധികൾ അദ്ദേഹത്തിന് സ്നേഹവും നന്ദിയും മറക്കാനാവാത്ത അനുഭവങ്ങളും പങ്കുവച്ചു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജഅലാൻ ബനി ബു അലി വിലായത്തിൽ പ്രവാസി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. പ്രതി ഏഷ്യക്കാരനാണെന്നും കൊല്ലപ്പെട്ടയാളും പ്രതിയും ഒരേ രാജ്യക്കാരാണെന്നും പോലീസ് അറിയിച്ചു. ഇരുവർക്കുമിടയിലുണ്ടായ വഴക്കിനിടെ ഒരാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായും പോലീസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കണ്ണൂർ ജില്ലയിൽ +1-ന് അഡ്മിഷൻ ലഭിക്കാത്തത് അതീവ ഗൗരവകരമാണെന്നും വിദ്യാർത്ഥികളുടെ +1 സീറ്റ് പ്രതിസന്ധി പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണമെന്നും മസ്കത്ത് KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. മലബാറിലെ ജില്ലകളിൽ വർഷങ്ങളായി തുടരുന്ന സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. തെക്കൻ ജില്ലകളിൽ ഒഴിവുവന്ന സീറ്റുകൾ മലബാറിലേക്ക് മാറ്റണം. ആവശ്യമെങ്കിൽ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണം. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലടക്കം വിദ്യാർത്ഥികൾ സീറ്റ് കിട്ടാതെ പെരുവഴിയിലാണ്. തങ്ങളുടെ മക്കൾക്ക് സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ നിരവധി പ്രവാസി രക്ഷിതാക്കളും ആശങ്കയിലാണെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഖാബൂറ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP പ്രസ്താവനയിൽ അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ ബൗഷർ വിലായത്തിൽ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം എത്തി താമസക്കാരെ രക്ഷപ്പെടുത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. 80 പേരെയാണ് കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഴുവൻ ആളുകളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായ തീപിടുത്തം താമസക്കാരെ പരിഭ്രാന്തരാക്കി. എന്നാൽ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേനയുടെ പെട്ടെന്നുള്ള ഇടപെടലും രക്ഷാപ്രവർത്തനങ്ങളും ആളപായവും വലിയ അപകടങ്ങളും ഒഴിവാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. താപനിലയ്ക്കൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും ഉയരുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും തുടർച്ചയായി ഓർമ്മപ്പെടുത്തുകയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം. പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത്. ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഇബ്രി കലാകൈരളിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. രക്ഷിതാക്കളടക്കം 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ നിന്നും വിജയം കൈവരിച്ചവർക്കും കൂട്ടായ്മയിലെ പ്രവർത്തകരുടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാ വർഷവും അനുമോദനം സംഘടിപ്പിക്കാറുണ്ട്. കൂട്ടായ്മയിലെ മുതിർന്ന നേതാക്കളായ കുമാർ, തമ്പാൻ, ഇഖ്ബാൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ വിതരണം നടത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.